ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനീർപ്പൂവിൽ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചെമ്പനീർപ്പൂവിലെ പ്രശ്നങ്ങൾ ഏകദേശം എല്ലാം തന്നെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടല്ലേ. സച്ചിയുടെ ഫോൺ നഷ്ടപ്പെട്ടത് മൂലം ഉണ്ടായ ശരത്തിൻ്റെ ഇഷ്യൂസ് എല്ലാം തന്നെ ഒരുവിധം സോൾവ് ആയിട്ടുണ്ട്. എന്നാൽ ഇനി വരാൻ പോകുന്ന പ്രശ്നം എന്നത് ഈ വക്കീൽ നൽകിയ 2 ലക്ഷം രൂപ അത് ചന്ദ്രയുടെ കയ്യിൽ നിന്ന് മിസ്സാവുന്നല്ല, അത് മോഷണം പോകുന്നതാണ്. അത് ആരാണെന്നും എന്താണെന്നും എന്തിനു വേണ്ടിയുള്ളതാണെന്നെല്ലാം തന്നെയുള്ള വീഡിയോ ഞാൻ ഇതിന് മുന്നിട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഭാഗമാണ്. ശ്രുതിക്ക് ഒരു മുട്ടൻ പണിയനെ കിട്ടാൻ പോകുന്നുണ്ട്. ശ്രുതിയുടെ കള്ളത്തരം വെളിച്ചത്ത് വരാൻ പോകുക എന്നൊരു സിറ്റുവേഷൻ വരെ എത്തുന്നൊരു ഭാഗമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ആദിയെ ദത്തെടുക്കാനായിട്ട് നമ്മുടെ സച്ചിയും രേവതിയും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടല്ലേ. ഇവർ തൻ്റെ മകനെ പോലെ തന്നെയാണ് ആദിയെ കാണുന്നത്. മാത്രമല്ല വിമലാൻ്റിയുടെ വീട്ടിൽ ചെന്ന സമയത്ത് ആദിയുടെ അമ്മ ഗൾഫിലാണെന്നും അവൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ അമ്മയെപ്പോലും നോക്കുന്നത് വിമലാൻ്റി ആണെന്നൊക്കെ അറിയുമ്പോഴത്തേക്കും ഇവരായി തന്നെ ഒരു തീരുമാനം എടുക്കുകയാണ്. ഇനി വിമലാൻ്റിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആദിക്ക് അറിയാനും കൂട്ടുവേണ്ടേ. ഇപ്പോൾ ചിലപ്പോൾ വിമലാൻ്റിയുടെ മകള് പുറം രാജ്യത്താന്ന് പറഞ്ഞ് ചിലപ്പോൾ അവിടെ വെച്ച് തന്നെ ആരെയും കല്യാണം കഴിച്ച് അവിടെ സെറ്റിലായി കാണും. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ദത്തെടുക്കാം എന്നൊരു തീരുമാനം സച്ചി പറയുന്ന സമയത്ത് രേവതിയും അത് ശരിവെക്കുകയാണല്ലേ. എന്നാൽ ഇവരെ ഒരു ആഗ്രഹം വീട്ടിൽ പറയുന്ന സമയത്ത് രവിയും ശ്രീകാന്തും വർഷയും ഓക്കെയാണ്. എന്നാൽ ചന്ദ്രയും ശ്രുതിയും ആദ്യമൊക്കെ എടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു കുഞ്ഞിനെ ദത്തെടുത്തതിൻ്റെ പേരിൽ സച്ചിയെ രേവതിയിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിടാം എന്നൊരു പ്ലാനിങ്ങോട് കൂടി തന്നെ ചന്ദ്ര സമ്മതിക്കുകയാണ്. എന്നാൽ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണല്ലേ. ഇവർ വിമലാൻ്റിയോട് തൻ്റെ ആവശ്യം പറയുന്ന സമയത്ത് വിമലാൻ്റിക്ക് പൂർണ്ണ സമ്മതമാണ്. കാരണം തനിക്ക് എന്തിനും പറ്റിക്കഴിഞ്ഞാൽ ആദ്യം ആരുമില്ല എന്നൊരു സങ്കടം വിമലാൻ്റിക്കുണ്ട്. പക്ഷേ ഈ ഒരു വിവരം ശ്രുതിയോട് പറയുന്ന സമയത്ത് ശ്രുതി അമ്പിന് തുമ്പിന് എടുക്കുന്നില്ല. തൻ്റെ മകൻ ആരും ദത്തെടുക്കാൻ സമ്മതിക്കുകയില്ല, അവനെ ഞാൻ വളർത്തും എന്നുള്ളൊരു വാശിയോട് കൂടി തന്നെ ശ്രുതി നിൽക്കുകയാണ്. അങ്ങനെ ശ്രുതിയുടെ വാശിക്ക് മുന്നിൽ വിമലാൻ്റി സച്ചിയോടും രേവതിയോടും പറയുന്നുണ്ട്, ഇവനെ ദത്തെടുക്കാനായിട്ട് എനിക്ക് ഇഷ്ടമല്ല, ഇവൻ എൻ്റെ മകനായി തന്നെ ആ വീട്ടിൽ വളരുന്നതായിരിക്കും, നിങ്ങൾ ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് ഇവിടെ വരരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ടല്ലേ. അങ്ങനെ ഇവരുടെ എന്നിരുന്നാലും സച്ചിക്ക് രേവതിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആദിയെ ഭയങ്കര ഇഷ്ടമാണ്. ആദിനെ ദത്തെടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടെന്നുള്ള കാര്യം ശ്രുതിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ശ്രുതി ഇരുവരെയും സ്വന്തം നാട്ടിൽ, അതായത് വിമലാൻ്റിയുടെ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് കൊണ്ടുപോകാൻ. അവിടെ ചെന്നതിന് ശേഷം കുറേ ഡിമാൻഡുകളൊക്കെ ശ്രുതി വെക്കുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, അയൽവക്കക്കാരുമായിട്ട് സംസാരിക്കാൻ പാടില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ വിമലാൻ്റിയോട് പറയുന്ന സമയത്ത് ആദ്യമൊക്കെ വിമലാൻ്റിക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ശ്രുതിയുടെ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് തന്നെ വിമലാൻ്റി അതെല്ലാം തന്നെ ഉൾക്കൊള്ളുകയാണ് കേട്ടോ. അങ്ങനെ ശ്രുതി ആദ്യവും അവിടെ അടുത്തുള്ള ഒരു സ്കൂളിലേക്ക് ചേർക്കുന്നുണ്ട്. അവിടെ പോയി അഡ്മിഷനൊക്കെ എടുത്ത് ജോയിൻ ചെയ്യാനായിട്ട് ചെല്ലുന്ന സമയത്താണ് ഒരു പമ്പൻ ട്വിസ്റ്റ് നടക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ചന്ദ്ര ഉണ്ടാക്കിയ ആ ഒരു പ്രശ്നത്തിന്റെ പിന്നാലെ വരുന്നതാണ് കേട്ടോ. ഈ ചന്ദ്ര രേവതിയുടെ പണം എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത്, അതും രേവതിയാണെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്ന നേരത്തെ അതിന്റെ പിന്നിൽ നടന്ന സത്യാവസ്ഥകൾ എല്ലാവരും അറിയുന്ന നേരത്തെ രവിയായി തന്നെ പറയുന്നുണ്ട്, സച്ചി രേവതി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് 5 ലക്ഷം രൂപ ഒപ്പിച്ചത്, അതുകൊണ്ട് തന്നെ 5 ലക്ഷം രൂപ നീ തന്നെ തിരികെ കൊടുക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് ചന്ദ്ര ഒന്ന് പേടിക്കുന്നുണ്ട്. എന്നിരുന്നാലും ചന്ദ്ര പറയും, എന്നെ കൊണ്ട് സാധിക്കില്ല, 5 ലക്ഷം രൂപ ഞാൻ അവിടെ നിന്ന് ഒപ്പിച്ചു കൊടുക്കാനാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, നിന്നെ പോലെ തന്നെ ആ 5 ലക്ഷം രൂപയ്ക്ക് ഞാനും ഉത്തരവാദിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പുറത്ത് പണിക്ക് പോയിട്ടാണെങ്കിലും ഈ ഒരു പണം സച്ചിക്ക് രേവതിക്ക് ഉണ്ടാക്കി കൊടുക്കുമെന്നൊരു വാശിയോട് കൂടി തന്നെ രവി ഒരു ജോലിക്ക് നോക്കുന്നുണ്ട്. ആ ഒരു ജോലി കിട്ടുന്നത് നമ്മുടെ ആദ്യം പഠിക്കുന്ന പുതിയ സ്കൂളിലെ അക്കൗണ്ടൻ്റ് ആയിട്ടാണ്. ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് രവി ജോയിൻ ചെയ്യാൻ ചെല്ലുന്ന അതേ സമയം തന്നെയാണ് ശ്രുതി ആദ്യം കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. എന്നാൽ ശ്രുതി കൃത്യമായി തന്നെ രവിയെ കാണുകയും ആദ്യം ശ്രുതിയും രവിയിൽ നിന്ന് മറഞ്ഞു നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എത്ര നാൾ കള്ളം ഒളിപ്പിക്കാനാവുമെന്ന് പറഞ്ഞ പോലെ തന്നെ ശ്രുതിയുടെ കള്ളത്തരം വലിയ താമസമില്ലാതെ തന്നെ എല്ലാവരും മുന്നേ തെളിയിക്കപ്പെടുന്നതായിരിക്കും. എൻ്റെ ആ ഒരു എപ്പിസോഡിനായിട്ട് ഞാനും നിങ്ങളെപ്പോലെ തന്നെ വെയിറ്റ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.